ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണചരിതാമൃതത്തിൽ ഭഗവാൻ ഗൃഹസ്ഥാശ്രമധർമ്മം റാണിമാരുമായിട്ട് എങ്ങനെ കഴിയുന്നു, ഭൗമാസുര മോക്ഷത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഭാര്യാഭർത്തക്കന്മാരുമായിട്ടുള്ള ഇടപാടുകളിൽ കൃഷ്ണനും ഭാര്യമാരും തമ്മിൽ പുഞ്ചിരി, സംഭാഷണം, ഫലിതം പറയൽ, ആലിംഗനം തുടങ്ങിയ സർവവും ഉണ്ടാകും. അവരുടെ ദാമ്പത്യ ബന്ധം എന്നും വർത്തമാനമായ രീതിയിൽ വികാസം കൈക്കൊള്ളുകയും ചെയ്യും. ഇപ്രകാരം കൃഷ്ണനും റാണിമാരും അവരുടെ ഗ്രാഹിക ജീവിതത്തിൽ അതീന്ദ്രിയ സുഖം അനുഭവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓരോ റാണിക്കും ആയിരക്കണക്കിന് ദാസിമാരുമുണ്ടായിരുന്നു. കൃഷ്ണൻ കൊട്ടാരത്തിലെത്തുമ്പോഴൊക്കെ അവർ നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയാണ് പതിവ്. ഇരിക്കാനുള്ള മഞ്ചത്തിൽ ആസനസ്ഥനാക്കുക, എല്ലാത്തരം പൂജാദ്രവ്യങ്ങളും നൽകി ആദരിക്കുക, ഗംഗാജലം കൊണ്ട് പാദം കഴുകുക, താമ്പൂലം നൽകുക, പാദം ഒഴിയുക തുടങ്ങിയ കാര്യങ്ങൾ അവരാണ് ചെയ്തിരുന്നത്. ഇപ്രകാരം ഗ്രഹത്തിൽ നിന്നും അകലെയായിരുന്നതിൻ്റെ ക്ഷീണം വിട്ടുമാറാൻ ആവശ്യമായതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അവർ ചെയ്തിരുന്നു. ആവശ്യമായ സസ്യ എണ്ണ നൽകുക, വീശുക, പുഷ്പമാല്യങ്ങൾ അണിയുക, മുടി കോതി മിനുക്കുക, വിശ്രമിക്കാനായി കിടക്കാൻ നിർബന്ധിക്കുക, സ്നാനം ചെയ്യിക്കുക, രുചികരമായ വിഭവങ്ങളോടുകൂടി ഭക്ഷണം നൽകുക തുടങ്ങിയവയൊക്കെ അവർ തന്നെയാണ് ചെയ്തിരുന്നത്. പരിചാരികമാർക്കായിട്ട് അവർ കാത്തു നിൽക്കാറുണ്ടായിരുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണനും റാണിമാരും ഈ ഭൂമിയിൽ മാതൃകാപരമായ ഗൃഹസ്ഥ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാൻ 1-2 16,108 റാണിമാരും ആയിട്ട് ഗൃഹസ്ഥാശ്രമധർമ്മത്തെ യഥാവിധി പാലിച്ചിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള ഒരു സംവാദത്തെയാണ് ഇനി പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ ബ്രഹ്മാവ് മുതൽ നിസ്സാരമായ ഉറുമ്പ് വരെയുള്ള സകല ജീവാത്മാക്കൾക്കും ജ്ഞാനം പകർന്നവനും പരമപുരുഷനുമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയുടെ കിടപ്പുമുറിയിലിരിക്കുകയായിരുന്നു. രുക്മിണി അപ്പോൾ ദാസിമാരുടെ സഹായത്തോടെ ഭഗവത് സേവനത്തിൽ നിരതയായിരുന്നു. രുക്മിണിയുടെ അടുത്താണ് ഭഗവാൻ ഉപവിഷ്ടനായിരുന്നത്. ദാസികൾ അദ്ദേഹത്തിന് ചാമരം വീശുന്നുമുണ്ടായിരുന്നു. പരമപുരുഷൻ്റെ പരമമായ പൂർണ്ണതയുടെ പൂർണ്ണമായ പ്രകടനമായിരുന്നു ഒരു പൂർണ്ണ ഭർത്താവ് എന്ന നിലയിൽ രുക്മിണിയുമായുള്ള ഭഗവാന്റെ പെരുമാറ്റം. ദൈവത്തിന് അതും ഇതും ചെയ്യാനാവില്ല എന്ന മട്ടിൽ നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം അവതരിപ്പിക്കുന്ന പല ദാർശനികന്മാരുമുണ്ട്. ഈശ്വരൻ്റെ അഥവാ പരമമായ നിരപേക്ഷ സത്യത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള അവതാരം പോലും അവർ നിഷേധിക്കുന്നു. എന്നാൽ സത്യം അതല്ല. ദൈവത്തെ നമ്മുടെ അപൂർണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് വിധേയനാക്കിക്കൂടാ. സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന പരമപുരുഷനാണ് അദ്ദേഹം. തൻ്റെ പരമമായ ഇച്ഛയ്ക്ക് അനുസരണമായിക്കൊണ്ട് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടത്തുവാൻ മാത്രമല്ല, തൻ്റെ സർവോന്നതമായിരിക്കുന്ന ദൗത്യം ഒരു സാധാരണ മനുഷ്യനെ പോലെ നിർവഹിക്കാനും അദ്ദേഹത്തിന് കഴിയും എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴൊക്കെ അദ്ദേഹം അവതരിക്കുന്നു. ഏതെങ്കിലും ബാഹ്യശക്തിയുടെ പ്രേരണ മൂലമല്ല അദ്ദേഹം അവതരിക്കുന്നത്, മറിച്ച് സ്വന്തം അന്തശക്തി മൂലം മനുഷ്യ പ്രവർത്തനങ്ങളുടെ സാധാരണ ധർമ്മം പുനഃസ്ഥാപിക്കാനും ഒപ്പം മനുഷ്യ സംസ്കാരത്തിൻ്റെ പുരോഗതിയെ അലോസരപ്പെടുത്തുന്ന ഘടകങ്ങളെ സംഹരിക്കാനുമാണ് അദ്ദേഹം അവതരിക്കുന്നത്. പരമപുരുഷൻ്റെ അതീന്ദ്രിയ ലീലകളുടെ ഈ തത്വങ്ങൾക്ക് അനുസരണമായി തൻ്റെ സനാതനമായിരിക്കുന്ന ശ്രീകൃഷ്ണ രൂപത്തിൽ അദ്ദേഹം യദുവംശത്തിൽ തിരുവവതാരം ചെയ്തു. അത്ഭുതകരമായിരിക്കുന്ന രീതിയിലാണ് രുക്മിണിയുടെ കൊട്ടാരം പണി ചെയ്തിരുന്നത്. മുത്തുമാലകൾ കൊണ്ടലങ്കൃതമായ ചരടുകളിൽ മച്ചിൽ നിന്ന് അനേകം മേൽക്കട്ടികൾ തൂങ്ങിക്കിടന്നിരുന്നു. അതുമല്ല,
അമൂല്യ രത്നങ്ങളുടെ പ്രഭാപൂരത്തിൽ കൊട്ടാരം പ്രകാശമാനമായിരുന്നു. ബേലാം, ചുമേലി എന്നിവയുടെ തോട്ടങ്ങൾ അങ്ങുമിങ്ങും കാണപ്പെട്ടിരുന്നു. ഭാരതവർഷത്തിലെ ഏറ്റവും സുരഭിലമായിരിക്കുന്ന പുഷ്പങ്ങളെ വൃക്ഷങ്ങളായിരുന്നു ഇവ. ഇത്തരം ചെടികളുടെ സമൂഹം വികസ്വരമായിരിക്കുന്ന പുഷ്പങ്ങൾ വഹിച്ച് കൊട്ടാരത്തിൻ്റെ പരഭാഗശേഷത അത്യധികം വർദ്ധിപ്പിച്ചിരുന്നു. അതായത് മനോഹാരിത വർദ്ധിപ്പിച്ചിരുന്നു. ഇവയുടെ സൗരഭ്യത്താൽ ആകർഷകരായി അവയ്ക്ക് ചുറ്റും മധുമക്ഷികൾ വട്ടമിട്ട് പറന്നിരുന്നു. രാത്രി കാലത്ത് ആകർഷകമായിരിക്കുന്ന നിലാവെളിച്ചം ജനാകളുടെ സുഷിരങ്ങളുടെ വെട്ടിത്തിളങ്ങിയിരുന്നു. പുഷ്പങ്ങൾ കൊണ്ട് കനം തൂങ്ങുന്ന അനേകം പാരിജാത വൃക്ഷങ്ങളുടെ സൗരഭ്യം ഇളം കാറ്റിൽ പരിസരം മുഴുവനും വ്യാപിച്ചിരുന്നു. കൊട്ടാരത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ കത്തിച്ചു വച്ചിരുന്ന ധൂപങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധവാഹിയായിരിക്കുന്ന പുക ജനൽപ്പാളിയിലൂടെ അകത്ത് വന്നിരുന്നു. മുറിക്കുള്ളിൽ പാൽപത പോലെ വെളുത്ത വരിപ്പൂക്കൾ ശയ്യയിൽ വിരിച്ചിരുന്നു. കിടക്കയും പാൽപത പോലെ വെളുത്തതും മൃദുലവുമായിരുന്നു. ഇങ്ങനെയൊരു പരിതോവസ്ഥയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖമായിരുന്ന തോഴിമാരുടെ സഹായത്തോടെ രുക്മിണി ചെയ്യുന്ന പരിചര്യ ആസ്വദിച്ചിരുന്നത്. ഭർത്താവ് എന്ന നിലയിൽ പരമപുരുഷനെ പരിചരിക്കാൻ ഒരവസരം കിട്ടാൻ രുക്മിണിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ ഭഗവാനുമായിട്ടുള്ള പരിചരണങ്ങൾ മുഴുവൻ സ്വയം ചെയ്യാൻ ആഗ്രഹിച്ച് അവൾ ദാസിമാരുടെ കയ്യിൽ നിന്നും ചാമരം വാങ്ങി വീശി തുടങ്ങി. ചാമരത്തിൻ്റെ പിടി സ്വർണ്ണ നിർമ്മിതമായിരുന്നു. അതിൽ വിലപിടിച്ച രത്നങ്ങൾ പതിച്ചതുമായിരുന്നു. രത്നഖചിതമായിരിക്കുന്ന മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്ന രുക്മിണിയുടെ കയ്യിൽ അത് വളരെ മനോഹരമായി ശോഭിച്ചു. ചിലങ്കകളും രത്നങ്ങളും കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന അവളുടെ പാദങ്ങൾ ഉടയാട ഞൊറികൾക്കുള്ളിൽ അവ മൃദുവായി ശബ്ദിച്ചിരുന്നു. ഉത്തുംഗമമായിരിക്കുന്ന മാറിടം കുങ്കുമവും മഞ്ഞളും പൂശി കൂടുതൽ ആകർഷകമായിരുന്നു. ആച്ഛാദികമായിരിക്കുന്ന കുജമണ്ഡലങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന രക്തവർണ്ണത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് അവളുടെ സൗന്ദര്യമേറെ വർദ്ധിച്ചിരുന്നു. അഭ്യുന്നതമായിരിക്കുന്ന നിതംബബിംബം രത്നഖചിതമായിരിക്കുന്ന ഔഢ്യാനം കൊണ്ട് അലങ്കൃതമായിരുന്നു. കഴുത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരമുള്ള പതക്കം സർവോപരി ഭഗവാൻ കൃഷ്ണൻ്റെ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ആ കാലത്ത് മുതിർന്ന മക്കളുടെ മാതാവാകാൻ പ്രായത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും മൂവലകിലും അവളുടെ ശരീരത്തിലും ഉപമാനം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. തലയിൽ ചുരുണ്ടു നീണ്ട മുടി, കർണങ്ങളിൽ മനോഹരമായ കുണ്ടലങ്ങൾ, പുഞ്ചിരി തങ്ങി നിൽക്കുന്ന വക്രം, കഴുത്തിലെ സ്വർണ്ണമാല എല്ലാം ഒത്തുചേർന്ന മുഖശ്രീ അമൃത നിഷിന്തമായിരുന്നു. നാരായണൻ്റെ പാതാരബന്ധങ്ങളെ സദാ സേവിക്കുന്ന ഐശ്വര്യദേവതയായിരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് അല്ലാതെ മറ്റാരുമല്ല രുക്മിണി എന്ന് വ്യക്തമായി തെളിയിക്കുന്നതായിരുന്നു ആ മുഖം. നാരായണൻ്റെയും ലക്ഷ്മിയുടെയും സമുന്നതമായ സമൃദ്ധിയുടെ പ്രകടനമായിട്ടാണ് കൃഷ്ണൻ്റെയും രുക്മിണിയും ദ്വാരകാലീലകളെ പ്രമാണിമാർ സ്വീകരിച്ചിരുന്നത്. രാധാകൃഷ്ണന്മാരുടെ വൃന്ദാവന ലീലകൾ തികച്ചും സരളവും ഗ്രാമീണവുമാണ്. അവ നാഗരിക സ്വഭാവമുള്ള ദ്വാരകീലേതിൽ നിന്ന് വിഭിന്നവുമായിരുന്നു. രുക്മിണിയുടെ സ്വഭാവവിശേഷതകൾ അസാധാരണമായ തേജസ്സുറ്റതായിരുന്നു. അവളുടെ പെരുമാറ്റത്തിൽ കൃഷ്ണൻ സംതൃപ്തനുമായിരുന്നു. നാരദമുനി രുക്മിണിക്ക് ഒരു പാരിജാത പുഷ്പം നൽകിയപ്പോൾ സത്യഭാമ തൻ്റെ സ്വപത്നിയോട് അസൂയപ്പെട്ടതും ഉടൻ തന്നെ കൃഷ്ണനോട് ഒരു പൂ ആവശ്യപ്പെട്ടതും കൃഷ്ണൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. സത്യത്തിൽ ഒരു പാരിജാത വൃക്ഷം മുഴുവൻ നൽകാമെന്ന് വാക്കുകൊടുത്തതിന് ശേഷമേ അവൾക്ക് സമാധാനമായിരുന്നു. കൃഷ്ണൻ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് പാരിജാത വൃക്ഷം ഭൂമിയിൽ കൊണ്ടുവന്നു. ഈ സംഭവത്തെ തുടർന്ന് സത്യഭാമയ്ക്ക് ഒരു പാരിജാത വൃക്ഷം മുഴുവനോടെ കൊട്ടാരത്തിൻ്റെ പേരിൽ രുക്മിണിയും എന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചു. എന്നാൽ രുക്മിണി ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയതേയില്ല. കാരണം അവൾ ഗംഭീരമായും
ഭഗവാനെ സേവന മാത്ര സംതൃപ്തിയായിരുന്നു. അവളെ ഒന്നും കൊണ്ടും ശുണ്ഠി പിടിപ്പിക്കാൻ സാധിച്ചിരുന്നുമില്ല. എന്നാൽ കൃഷ്ണൻ രുക്മിണിയെ ഒന്ന് ശുണ്ഠി പിടിപ്പിക്കണം എന്ന് തോന്നി. ശുണ്ഠി പിടിപ്പിച്ച അവസ്ഥയിൽ അവളുടെ സുന്ദരമായ മുഖം കാണാൻ കൃഷ്ണൻ ഒരു പദ്ധതി തയ്യാറാക്കി. 16,100 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അവർ ഓരോരുത്തരോടും കുടുംബസഹജമായ വാത്സല്യത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. തനിക്ക് ഭാര്യയ്ക്കുമിടയിൽ ഒരു സവിശേഷമായ അവസ്ഥ സൃഷ്ടിച്ചു. അവിടെ പ്രണയകോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് തന്നെ കുറ്റം പറയാനുള്ള അവസരമുണ്ടാക്കി കൃഷ്ണൻ രസിക്കും. ഇപ്രകാരം ഒരിക്കൽ രുക്മിണി മഹാനുഭാവയും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ സദാ നിരതയുമായിരുന്നതിനാൽ അഹങ്കാരം ലേശമില്ലാതെയാണ് പെരുമാറിയിരുന്നത്. കൃഷ്ണൻ രുക്മിണിയെ കുറ്റപ്പെടുത്താൻ പഴുതൊന്നുമില്ലായിരുന്നു. അതിനാൽ വലിയ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് കൊണ്ട് അദ്ദേഹം അവളോട് സംഭാഷണം ആരംഭിച്ചു. ശക്തനായിരിക്കുന്ന രാജാ ഭീഷ്മകൻ്റെ പുത്രിയാണ് രുക്മിണി. അതിനാൽ കൃഷ്ണൻ അവളെ രുക്മിണി എന്നല്ല വിളിച്ചത്, രാജകുമാരി എന്ന് വിളിച്ചു. പ്രിയപ്പെട്ട രാജകുമാരി, ഇതുവരെ അത്ഭുതമായിരിക്കുന്നു. ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. രാജവംശത്തിൽപ്പെട്ട അനേകം മഹാന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവരെല്ലാവരും രാജകുടുംബത്തിൽപ്പെട്ടവരല്ലായിരുന്നുവെങ്കിലും രാജാക്കന്മാരെ പോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും പ്രതാപവും ഉള്ളവരായിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ വളരെ രസകരമായിട്ട് രുക്മിണിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രുക്മിണിയോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അതാണ് രുക്മിണി കൃഷ്ണനും തമ്മിലുള്ള സംവാദം എന്ന് പ്രത്യേകം പറയുന്നത്. അവരെല്ലാവരും രാജകുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ലെങ്കിലും രാജാക്കന്മാരെ പോലെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും പ്രതാപവും ഉള്ളവരായിരുന്നു. ജ്ഞാനികളും രാജാക്കന്മാരുടെ ഇടയിൽ പ്രസിദ്ധരും സുഭകന്മാരും വ്യക്തിഗതമായിട്ട് യോഗ്യന്മാരും ഉദാരമനസ്കരും ദേഹബലത്തിൽ അതിശക്തരും എല്ലാ വിധത്തിലും പുരോഗതി നേടിയവരും സർവോപരി നല്ല പെരുമാറ്റവും ഉള്ളവരുമായിരുന്നു. എല്ലാറ്റിനും പുറമേ നിന്റെ പിതാവിനും സഹോദരനും ആ വിവാഹങ്ങൾക്കൊന്നിനും വിരോധവുമില്ലായിരുന്നു. മറിച്ച് നിന്നെ ശിശുപാലന് വേളി കഴിച്ചു കൊടുക്കാമെന്ന് അവർ വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നല്ലോ. ആ വിവാഹം നിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചിരുന്നതുമാണ്. ശിശുപാലൻ വമ്പനായിരിക്കുന്ന ഒരു രാജാവായിരുന്നല്ലോ. നിന്നിൽ അയാൾ അത്യന്തം ഭ്രമിച്ചിരിക്കുകയും ചെയ്തിരുന്നു. നിന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു വിശ്വസ്ത സേവകൻ എന്ന പോലെ അയാൾ എപ്പോഴും നിന്നോടൊപ്പം കഴിയുമായിരുന്നു. നിന്നിൽ അത്രയ്ക്ക് കാമവും ഉണ്ടായിരുന്നു അയാൾക്ക്. ശിശുപാലനോട് തുലനം ചെയ്യുമ്പോൾ അയാളുടെ വ്യക്തിപരമായ ഗുണങ്ങളും യോഗ്യതകൾക്കും മുമ്പിൽ ഞാൻ ഒന്നും തന്നെയല്ല. ഒരുപക്ഷെ നിനക്കും അത് ബോധ്യമായേനെ. ശിശുപാലനെ തിരസ്കരിച്ച് അയാളേക്കാൾ വളരെ താഴ്ന്ന പടിയിൽ ഉള്ള എന്നെ സ്വീകരിച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സൗന്ദര്യം, സമചിത്തത, ഗാംഭീര്യം, ഔന്നത്യം തുടങ്ങിയ ഗുണങ്ങൾ തികഞ്ഞ നിന്റെ ഭർത്താവാകാൻ തികഞ്ഞ അയോഗ്യനാണ് ഞാൻ. എന്നെ സ്വീകരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണാവോ? ഇപ്പോൾ എൻ്റെ സുന്ദരിയായ പത്നി സുന്ദരിയായിരിക്കുന്ന പത്നി എന്ന് എനിക്ക് നിന്നെ വിളിക്കാമെന്ന് ശരി തന്നെ. എന്നാലും എൻ്റെ യഥാർത്ഥ നില നിന്നെ ഞാൻ അറിയിക്കുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച എല്ലാ രാജാക്കന്മാരിലും താഴെയാണ് ഞാൻ. സാധാരണഗതിയിൽ ഭാര്യാഭർത്താക്കന്മാർ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷം വരെയൊന്നും ഇങ്ങനെയുള്ള ആരോപണങ്ങളോ ഇല്ലെങ്കിൽ 1-2 വർഷം വരെയൊന്നും ഉണ്ടാകില്ല എന്ന് വെച്ചോളൂ. പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ എന്നെ കാണാൻ പലരും വന്നിരുന്നതാണ്. അതാണ് ഇതാണ് എഞ്ചിനീയറിംഗ് ഡോക്ടറുമാണ് എനിക്ക് ആദ്യം കാണാൻ വന്നത്, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നേരെ തിരിച്ചാ പറയുക. എൻ്റെ യോഗ്യത കേമത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ്, പ്രശംസ നടത്തിക്കൊണ്ടാണ് സാധാരണ മനുഷ്യരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇവിടെ കൃഷ്ണൻ പറയുന്നത് രുക്മിണിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മുമ്പിൽ എനിക്കിതിലും എന്നെക്കാളും നല്ല രാജാക്കന്മാരെ ഇല്ലേ, സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സൗന്ദര്യവുമുള്ള ശിശുപാലനെ പോലെയുള്ള വിവാഹം കഴിക്കാറുണ്ട്, പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ചൊടിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജരാസന്ധനെ അത്യന്തം ഭയമായിരുന്നു. എന്നും കരയിൽ ജീവിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ജലന്ധർ
ഭാഗത്ത് ജലാന്തർഭാഗത്ത് ഈ ഗ്രഹം നിർമ്മിച്ചതെന്നും ആദ്യം ധരിക്കുക. അപ്പോൾ ഈ ജരാസന്ധനെ പോലുള്ള അസുരന്മാരെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഈ സമുദ്രജലത്തിൻ്റെ മധ്യത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ച് ഇവിടെ താമസിക്കുന്നത്. ഇവരോടുള്ള ഭയം കൊണ്ടാണ് എന്നൊക്കെ ശ്രീകൃഷ്ണൻ പറയുകയാണ്. പക്ഷേ ഞാനൊരു വീരനോ ധീരനോ അല്ലെന്ന് നീ അറിയണം. പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? എനിക്കത് ഇന്ന് വരെ മനസ്സിലായില്ല. എന്നെ എന്ത് കാരണം പറഞ്ഞിട്ടാണ് നീ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത്. ഞാനൊരു ഭീരുവാണ്, അവരെയൊക്കെ എനിക്ക് ഭയവുമാണ്. ഈ ശിശുപാലനും ജരാസന്ധനും ഇല്ലെങ്കിൽ ദന്തവക്രം ഇങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് ഭയമാണ്. ഇപ്പോഴും ഞാൻ അത്ര സുരക്ഷിതനൊന്നുമല്ല. കാരണം കരയിലെ എല്ലാ രാജാക്കന്മാർക്കും എന്നോട് ശത്രുതയാണ്. എന്തെന്നാൽ ഞാൻ അവരോടെല്ലാം പലതരത്തിലും ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് ശത്രുത സ്ഥാപിച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. ദ്വാരകയിലെ സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും ഞാനിതിന് അവകാശമൊന്നുമല്ല. മാതുലനെ വധിച്ച് ഞാനൊരു രാജ്യം നേടിയെങ്കിലും ആ രാജ്യം എൻ്റെ മുത്തശ്ശൻ്റെ വകയാണ്. അതിനാൽ എനിക്കൊരു രാജ്യവുമില്ല. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ രാജാവാകുന്നത്? എനിക്ക് നിയതമായൊരു ജീവിത ലക്ഷ്യവുമില്ല. വൃന്ദാവനത്തിലെ ഒരു കാലിച്ചക്കനാണ് ഞാനെന്ന് ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന നന്ദമഹാരാജാവിൻ്റെ കാലികൾ ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു. ശ്രീമതി രാധാറാണിയോടും വൃന്ദാവനത്തിലെ അവളുടെ കൂട്ടുകാരികളോടും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നനച്ചിരിക്കാതെ വളരെ വേഗം ഞാൻ അവരെ വിട്ടു പിരിഞ്ഞു. പ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവാകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോഴും ഒരു രാജാവാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല. രാജാവിനെ പോലെ നാടുവാഴാനും ആയില്ല. എൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട്. ഞാനൊരു കാലിച്ചെറുക്കനോ രാജകുമാരനോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നന്ദപുത്രനോ വസുദേവപുത്രനോ എന്നും അവർക്ക് നിശ്ചയമില്ല. നിയതമായൊരു ജീവിത ലക്ഷ്യവുമില്ല എനിക്ക്. അതുകൊണ്ട് പലരും എന്നെ തെണ്ടി എന്നൊക്കെ വിളിക്കുന്നു, കാലിച്ചക്കൻ എന്ന് വിളിക്കുന്നു. അതിനാൽ ഇങ്ങനെ തെണ്ടിയായിരിക്കുന്ന ഒരുവനെ നീ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്ത് ബുദ്ധി കൊണ്ടാണ് നീ എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചത്? എനിക്കിപ്പോഴും മനസ്സിലായില്ല. അപ്പം ഈ പല പ്രാവശ്യം ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് യോഗ്യത കണ്ടിട്ടാണ് നീ എന്നെ വിവാഹം കഴിച്ചത് എന്നൊക്കെയാണ് ഭഗവാൻ രുക്മിണിയോട് ചോദിക്കുന്നത്. ഇങ്ങനെ രുക്മിണിയെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സന്ദർഭം ഭഗവാൻ തന്നെ ഒരുക്കിയതാണ്. എന്നാലും സാധാരണഗതിയിൽ ഭാര്യഭർത്താക്കന്മാർ ഇപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്ന പോലെ അല്ല, നേരെ തിരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. കാരണം കുറേ കാലം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അപ്പോൾ പരസ്പരം പുകഴ്ത്തിയിട്ട് തന്നെ എത്രയോ പേര് കാണുമെന്നാണ്. ഇതാണ് നേരെ ഞാൻ സൂചിപ്പിച്ചു. അത്തരത്തിലാണ് സംസാരിക്കുക. തന്നെ താഴ്ത്തിക്കെട്ടിയിട്ട് ആരും സംസാരിക്കാറില്ല. ഇവിടെ ഭഗവാൻ നേരെ നീ എന്ത് യോഗ്യത കണ്ടിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത്? നിനക്ക് വേറെ എത്രയോ കേവന്മാർ വന്നിരുന്നതാണ്, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടി പിടിപ്പിക്കാൻ നോക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.